നോക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാം? മനസ്സിലായില്ലേ? അതായത് വിശ്വസിച്ചിട്ടില്ല. ഓസിയുടെ ഒരു മാസം ബിസിനസ്സിന് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. അതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യമുള്ള മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? പറ്റിപ്പോയി സാർ, പറ്റിപ്പോയി. ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ അല്ല, പുള്ളിക്ക് ഇത് വേസ്റ്റാണ്. ഇവർ ഒരാൾ പോലും സത്യം പറയത്തില്ല. ഞാൻ ഇപ്പൊ ഒറ്റക്കെട്ടാകുമ്പോ ഒരുമിച്ച് പോവാലോ, കൂട്ട് കാണും. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. ഇതാരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് ആദ്യം വന്നത്. എത്ര നാൾ മുമ്പാണ് ഇത് ആദ്യം അടിച്ചത്? ആ ടൈം ലൈൻ പറയും. വർഷത്തിൽ 2 തവണ. അത്രയല്ലേ ഉള്ളൂ. മഴ ഉള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും. തീരാണല്ലേ. ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. 35 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേ. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. പോലീസ് ഭയങ്കര സ്ട്രോങ്ങാ. അവരിത് എപ്പോ പൊക്കിന്ന് ചോദിച്ചാൽ നാടിന് വെട്ടിച്ച് 1000 കോടി 5000 കോടിയൊക്കെ ഒരുമിച്ച് വിഴുങ്ങുന്നതൊക്കെ വെറും കുംഭകോണ അഴിമതി. നമ്മൾ എന്തെങ്കിലും നക്കാപ്പിച്ച അടിച്ചു മാറ്റിയാൽ അത് പോക്കറ്റടി പിടിച്ചു പറയും മോഷണം. അഭിനേതയ്ക്ക് അറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയപ്പോ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കൊറേ നമുക്ക് കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലേ? അതെ അതെ. അലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണ് കിട്ടി. പണ്ടേ നിങ്ങൾ ഇങ്ങനെ മോഷണം ചെയ്യാം? അയ്യോ, അധികം പാവം കളിക്കില്ലേ. നിങ്ങളുടെ മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക, ആ പാവം വിടുക. ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം. ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് ഓർമ്മ വേണം സർ. ഞങ്ങൾ മോഷ്ടാക്കൾ, മനസ്സിലായി? ഒരു 25 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് 3 കള്ളികൾ. എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാർ. ഞാനൊരു 100 കൂടി വെച്ച് കൊണ്ടുപോകാം സാർ. ഒരു അല്പം അവകാശം കൂടെ, ഒരു 10 കൊല്ലം കൂടെ തന്നാൽ മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാൻ അടച്ചു തീർത്തോളാം. എന്താണ് ചെയ്യുന്നത്? സ്കാനർ വേറെ, നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഫോണില് എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. ഒരുപാട് പേര് പറഞ്ഞത് ഇവര് പറയുന്ന സ്കാനർ നോക്കാവത്തില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്യാഷ് ആവുമ്പോൾ അങ്ങനെ എടുക്കാം. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. എന്നാലും ഭയങ്കരം. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാൽ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും മോഷണത്തിന് ന്യായീകരണം ഇല്ല. സത്യം പറ, നീ കള്ളം പറയണ്ട, സത്യം പറ. അപ്പൊ ക്യാഷ് ആയിട്ട് വരുന്ന ഫുൾ ഡേ ടേക്കിംഗ്. ഞാൻ അവിടെ വല്ലപ്പോഴും ക്യാഷ് ആയിട്ട് എടുത്തത് നമ്മൾ എങ്ങനെയാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്? അതെനിക്ക് കിട്ടില്ല. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ഈ ഒറ്റോരത്തര എന്നെ കൊണ്ട് പിരികേറ്റ് ഇതൊക്കെ ചെയ്യിച്ചത്. ഒരു മര്യാദ വേണ്ടേ? അതെനിക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. ക്യാഷ് ആയിട്ട് എത്ര എടുത്ത് കാണും? ഇഷ്ടം പോലെ. ഇന്നലെ ഒരാളെ അടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളത് 1000 രൂപ കസ്റ്റമേഴ്സ് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു അവര് കാർഡ് കൊടുത്തപ്പോ ഇവര് കാർഡ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ കസ്റ്റമറോട് പറഞ്ഞു ATM പോയി ക്യാഷ് എടുത്തിട്ട് വന്നു. പറഞ്ഞ് ഇവര് വൈകുന്നേരം വരെ അവിടെ വെയിറ്റ്. അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ 5 മണിക്ക് അലാം വെച്ചിട്ട് ഇറങ്ങുന്നവര് കാത്തു നിന്നു 5 മണിക്ക് ശേഷം. എന്നിട്ട് 7000 എണ്ണി മേടിച്ചിട്ടാ പോയത്. നിങ്ങൾ കട്ടോ? പക്ഷെ ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ട് കക്കരുത്. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും കൂടെ തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. സത്യസന്ധനായ കള്ളൻ. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ?
ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ പ്രശ്നം വയ്യ എനിക്ക്. ഞാൻ വല്ല കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് കീഴടങ്ങാൻ പോവുകയാണ് ഞാൻ.